ഹായ്, എൻ്റെ പേര് ആതിര. ആക്ച്വലി ഞാനിത് ഫസ്റ്റ് എടുത്ത വ്ളോഗാണ്. എഡിറ്റ് ചെയ്യാനൊക്കെ ഇച്ചിരി താമസം വന്നു. അങ്ങനെ ഞാൻ എനിക്കിന്ന് ചേച്ചിയുടെ വീട്ടിലൊന്ന് പോകേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അത് ഞാൻ രാവിലെ റെഡി ആവുകയാണ്. ആദ്യം തന്നെ ഞാൻ തക്കാളി എടുത്തു. തക്കാളിക്ക് രണ്ടായിട്ട് മുറിച്ചിട്ട് അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും. ഇത് ഒരു മന്തിൽ ഇടവിട്ട് യൂസ് ചെയ്താൽ നല്ല റിസൾട്ടാണ് കേട്ടോ. മുഖത്തിട്ട നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഞാൻ നന്നായിട്ട് ഒരു 5 മിനിറ്റ് നമ്മളൊന്നിങ്ങനെ ഉരച്ച് കൊടുത്താൽ മതി. എന്നിട്ട് വാഷ് ചെയ്ത് കളയണം. മുഖത്ത് വെച്ചോണ്ടൊന്നും ഇരിക്കരുത്. പിന്നെ ഞാൻ റെഡിയായി ഐലൈനർ എഴുതി. ഡാസ്ലറിൻ്റെ ഐലൈനർ, പിന്നെ മസ്കാര ഏതാണെന്ന് എനിക്കറിയാം, ഓർമ്മയില്ല. പിന്നെ ഞാനിത് മീഷോയിൽ നിന്ന് എടുത്ത ടോപ്പാണ് കേട്ടോ. ടോപ്പും ബെൽറ്റും മീഷോ നല്ല ക്വാളിറ്റി ഉള്ള തുണി കേട്ടോ. നല്ല കോട്ടൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള തുണി. പിന്നെ ഞാനിത് കമ്മൽ ബംഗാളി ചേട്ടന്മാർ വെക്കുന്ന അവിടെ നിന്ന് മേടിച്ചു. 40 രൂപ ഉള്ളായിരുന്നു ഞാൻ മേടിച്ചു. അങ്ങനെ ഞാൻ റെഡിയായി. പിന്നെ പോകാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ സിയാമോൾ റെഡിയായി. സിയാമോൾ ഇങ്ങനെ നാണം കുണുങ്ങി ഇങ്ങനെ നിൽക്കുക, ഒരുങ്ങി സുന്ദരിയായിട്ട് നിൽക്കുക. അങ്ങനെ പിന്നെ ഞങ്ങൾ പോകാൻ റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി റോഡ് സൈഡൊന്നുമല്ല കേട്ടോ. ഞങ്ങളിങ്ങനെ ചെറിയ ഇടവഴി പോലെ ഉണ്ട്. അങ്ങനെ പിന്നെ റോഡിൽ ഇറങ്ങിയിട്ട് ഞങ്ങളൊരു സർബത്ത് കുടിക്കാമെന്ന് വിചാരിച്ചു. നല്ല ചൂടായിരുന്നു. അങ്ങനെ സർബത്ത് കുടിച്ചു. ഞാൻ ഇന്നലെ ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ആണെന്ന് ഓർമ്മയില്ല. പിന്നെ ഗ്രീൻ ആപ്പിളിൻ്റെ സിറപ്പ് എൻ്റെ അടുത്ത് അടിപൊളിയായിരുന്നു. വയറ് നിറങ്ങി. വലിയൊരു ഗ്ലാസ് കുടിച്ചപ്പോഴത്തേക്കും ഏട്ടൻ പാൽ സർബത്ത് ഓറിയൊക്കെ ഇട്ട സർബത്താണ് കുടിച്ചത്. നല്ലതായിരുന്നു. പിന്നെ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലെത്തി. ചേച്ചി ചോറെടുത്ത് വന്നപ്പോഴേ ചോറൊക്കെ തന്നു. പിന്നെ വീട്ടിലെത്തി. ചേച്ചിയുടെ മൂത്ത മോൻ്റെ കൈ ഓപ്പറേഷൻ ചെയ്ത് ഇരിക്കുകയായിരുന്നു. സോറി കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട്. ഞങ്ങളുടെ വീട് ഇച്ചിരി തോട്ടത്തിലായതുകൊണ്ടാണ് ഈ ചീവീടിൻ്റെ ഈ ശല്യം. പിന്നെ ചേച്ചിയുടെ മുറ്റമൊക്കെയാണ് കേട്ടോ. ഇഷ്ടംപോലെ ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സിയാമോളും ഇളയ മോനോടെ കിടന്ന് കളിക്കുന്ന വീഡിയോ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു. വീട്ടിലെ സൈഡിൽ ഞങ്ങളൊരു റിലേറ്റീവിൻ്റെ വീട്ടിലാണ് വണ്ടി പാർക്ക് ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് റോഡ് ക്രോസ് ചെയ്ത് നടന്ന് വീട്ടിലോട്ട് പോവുകയാണ്. ഞങ്ങൾ തോടിൻ്റെ സൈഡിലാണ് വീട് കേട്ടോ. ഒരു വീഡിയോ ഇടാം. തോടും എല്ലാം കാണിച്ചുകൊണ്ട് ഞങ്ങളുടെ പരിസരമൊക്കെ കാണിച്ചുകൊണ്ട് ഒരു നല്ലൊരു വീഡിയോ ഇടാം. ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ. അത് ഞാൻ ആദ്യമായിട്ട് എടുത്തുകൊണ്ട് അത്രയും ഞാൻ എടുത്തോളൂ. അത്ര ഉള്ളായിരുന്നു. അത്രയും ഞാൻ എടുത്ത് എഡിറ്റ് ചെയ്യാൻ വെച്ചിട്ട് താമസിച്ചത്. അതാണ് ഇടാൻ താമസിച്ചത്. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നാണ് ബിഗ് ബോസ് കാണാം. അപ്പോഴെന്ന് എടുത്തതാണെന്ന് അറിയാമല്ലോ. ബിഗ് ബോസ് ഷോ ഫൈനലായിരുന്നു അന്ന് മോള് കണ്ട പലഹാരമൊക്കെ തിന്ന്.
അങ്ങനെ ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കത്തോടെ നിന്ന്. അപ്പോൾ അവസാനത്തെ ഷോ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ കുളിച്ച് റെഡിയായി. അപ്പോഴൊന്ന് ഫ്രഷായി. പിന്നെ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.